Dear students, receipts and payments account third പ്രോബ്ലത്തിലേക്ക് കടക്കാം. From the following particulars relating to silver point, prepare a receipts and payments account for the year ending 31st March 2017. അപ്പോൾ ഇവിടുത്തെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഏതാണ്? സിൽവർ പോയിൻറ്റ്. ഏത് വർഷത്തെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? 31st March 2017. അപ്പോൾ ഇവിടുത്തെ കറൻറ്റ് ഇയർ ഏതായിരിക്കും? 31st March ക്ലോസ് ചെയ്യുന്ന കാരണം കൊണ്ട് ഈ കറൻറ്റ് ഇയറിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത് എവിടെ നിന്നായിരിക്കും? 1st April 2016 to 31st March 2017. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കാം. 2 കോളത്തിലായിട്ടാണ് ഇവിടെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്. അതായത് ആ വർഷം നടന്ന ട്രാൻസാക്ഷൻ്റെ സമ്മറിയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ട്രാൻസാക്ഷൻസ് 2 സൈഡിൽ തന്നപ്പോൾ നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. ആദ്യത്തെ കോളത്തിലുള്ളത്, അതായത് ലെഫ്റ്റ് സൈഡിലുള്ളത് ഡെബിറ്റ് സൈഡും റൈറ്റ് സൈഡിലുള്ളത് ക്രെഡിറ്റാന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ഡെബിറ്റ് സൈഡെന്നോ ക്രെഡിറ്റ് സൈഡെന്നോ ഒന്നല്ല തന്നിരിക്കുന്നത്. ഇവിടെ നടന്നിരിക്കുന്ന ട്രാൻസാക്ഷന് 2 കോളത്തിലായി കൊടുത്തതേ ഉള്ളൂ. 2 സൈഡിലും എക്സ്പെൻസസും ഇൻകം ഉണ്ടായിരിക്കും. അത് സ്പേസ് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് ഡെബിറ്റാണ്, റൈറ്റ് സൈഡ് ക്രെഡിറ്റ് ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. എല്ലാ ട്രാൻസാക്ഷനും കൃത്യമായി വായിച്ച് നോക്കി ഏതാണ് റെസിപ്റ്റ്സ് ഏതാണ് പേയ്മെൻറ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായി വായിച്ച് നോക്കിയിട്ട് വേണം പ്രോബ്ലം ചെയ്തു തുടങ്ങാനായിട്ട്. ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. അതായത് ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ബാലൻസ് തന്നപ്പോൾ അതിൽ നമുക്ക് തന്നിരിക്കുന്നത് ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് എന്നാണ് തന്നിരിക്കുന്നത്. അവിടെ ക്ലോസിംഗ് ക്യാഷ് അറ്റ് ബാങ്ക് തന്നിട്ടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചിന്തിക്കണം? ഇവിടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടു ഫൈൻഡ് ഔട്ട് ദ ക്ലോസിംഗ് ക്യാഷ് അറ്റ് ബാങ്ക്. അതായത് ഇവിടെ ഈ പ്രോബ്ലത്തിൽ ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ബാലൻസ് തന്നപ്പോൾ ഏതിൻ്റെയാണ് തന്നിരിക്കുന്നത്? ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ ക്ലോസിംഗ് ബാലൻസാണ് തന്നിരിക്കുന്നത്. ബാങ്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസ് എന്തിനായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്? ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് അറ്റ് ബാങ്ക്. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യണമെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഫോർമാറ്റ് വരച്ചു. അപ്പോൾ ഏത് വർഷത്തെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻറ്റേർഡ് 31st March 2017. 2 കോളം, 2 സൈഡ്, ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ്, റെസിപ്റ്റ്സ് പേയ്മെൻറ്റ്സ്. സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? ടേക്ക് ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. അപ്പം നമ്മളതിൽ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെയും ക്യാഷ് അറ്റ് ബാങ്കിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? ടേക്ക് ദ റെസിപ്റ്റ്സ് ഓൺ ഡെബിറ്റ് സൈഡ് റെസ്പെക്റ്റീവ് ഓഫ് ദെയർ നേച്ചർ ആൻഡ് പീരീഡ്. അപ്പോൾ ഏതൊക്കെയാണ് റെസിപ്റ്റ്സ് എന്നുള്ളത് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിൽ ഓപ്പണിംഗ് ബാലൻസ്, ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഐറ്റം ഏതാണ്? സബ്സ്ക്രിപ്ഷൻസ് കളക്റ്റഡ് ഫോർ 2015 to 16, 16 to 17, 17 to 18. ഈ വർഷം കളക്ട് ചെയ്തിട്ടുള്ള ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ എത്രയാണ്? 9,000. ഈ 9,000ൽ ഏതൊക്കെ വർഷത്തെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? 2015 to 16 500, 2016 to 17 7,600, 17 to 18 900. അങ്ങനെ ഈ 3 വർഷത്തേക്ക് വേണ്ടി കളക്ട് ചെയ്തിട്ടുള്ള ടോട്ടൽ സബ്സ്ക്രിപ്ഷനാണ് 9,000 എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എഴുതുമ്പോൾ എത്ര എഴുതേണ്ടത്? ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് ആണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ എഴുതേണ്ടത്. അത് ഏത് വർഷത്തെയാണോ? പ്രീവിയസ് ഇയറിലാണോ, സക്സീഡിങ് പീരീഡിലാണോ, കറൻറ്റ് ഇയറിലാണോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കറൻറ്റ് ഇയറിൽ കളക്ട് ചെയ്തിട്ടുള്ള ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട്, അതായത് 9,000, അതായിരിക്കണം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ എഴുതി 9,000. അപ്പോൾ അടുത്ത ഐറ്റത്തിലേക്ക് കിടക്കാം. നെക്സ്റ്റ് വൺ, സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്സ്. റിഫ്രഷ്മെൻറ്റ് എന്നുള്ള വാക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും.
റിഫ്രഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ സ്പോർട്സ് ആർട്സൊക്കെ നടന്നപ്പോൾ അവിടെ ഐസ്ക്രീം കട്ട്ലേറ്റൊക്കെ വിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളെല്ലാവരും മേടിച്ച് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ടൂർണമെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ സെയിൽ നടത്തി ഇതേപോലെയുള്ള ഐറ്റംസ് സെയിൽ നടത്തി വിറ്റ് കിട്ടുന്ന എമൗണ്ടിനെയാണ് സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? റെസിപ്റ്റ്സ് ആയിരിക്കും. എൻട്രൻസ് ഫീസ് റിസീവ്ഡ്, അത് നമുക്കറിയാം, റെസിപ്റ്റ്. സെയിൽ ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ, സ്പോർട്സ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സ്പോർട്സ് മെറ്റീരിയൽസ്, അതായത് ഫുട്ബോൾ, ബാറ്റ്, അങ്ങനെയുള്ള സ്പോർട്സ് മെറ്റീരിയലിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വിറ്റ് കിട്ടിയ എമൗണ്ട് അതെന്താണ്? റെസിപ്റ്റ്സ് ആണ്. നെക്സ്റ്റ് വൺ, ഡൊണേഷൻ റിസീവ്ഡ് ഫോർ പവലിയൻ. പവലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ സ്പോർട്സ് ഗ്രൗണ്ടിൽ പ്ലെയേഴ്സ് ഇരിക്കുന്ന സ്ഥലം കണ്ടുണ്ടായിരിക്കും. ചെറിയൊരു ടെൻറ്റ് പോലെ കെട്ടി, ചെറിയൊരു ഷെൽട്ടർ പോലെ കെട്ടി അതിൻ്റെ താഴെ അവരിയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒന്നുകിൽ അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പ്ലെയേഴ്സ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു സ്പോർട്സ് ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ടിലൊക്കെ സെപ്പറേറ്റായിട്ട് കെട്ടിയിരിക്കുന്ന ആ ഒരു ഷെൽട്ടറിനെയാണ് പവലിയൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ കഴിഞ്ഞ വർഷം സ്പോർട്സ് നടന്നപ്പോൾ അവിടെ ഏറ്റവും മുകളിലായിട്ട്, ഗ്രൗണ്ടിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഇത് കെട്ടിയിട്ടുണ്ടായിരുന്നു, ടെൻറ്റ് പോലെ ഒരു കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെയാണ് പവലിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പവലിയൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഡൊണേഷൻ മേടിച്ചിരിക്കുന്നതാണ്. അതേതാണ്? റെസിപ്റ്റാണ്. റെസിപ്റ്റാണെന്ന് മാത്രമല്ല, ക്യാപിറ്റൽ റെസിപ്റ്റാണ്. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് പറയാൻ എന്താ കാരണം? സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഡൊണേഷൻ റിസീവ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, റെൻറ്റ് പെയ്ഡ്, റെൻറ്റ് കൊടുത്തു, അങ്ങനെ പറഞ്ഞാൽ അത് പേയ്മെൻ്റ് ആണ്. സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്, സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു, പേയ്മെൻറ്റ്സ്. പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റ്സ്, റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തതാണ് പേയ്മെൻറ്റ്സ്. റിഫ്രഷ്മെൻറ്റ് എന്താണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, സ്നാക്സ് പോലെയുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യുക, അതിനെയാണ് റിഫ്രഷ്മെൻറ്റ് എന്ന് പറയുന്നത്. എക്സ്പെൻസസ് ഫോർ മെയിൻ്റനൻസ്, ഓർഗനൈസേഷൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ചിലവാക്കിയിരിക്കുന്നതാണ്. എക്സ്പെൻസസ് ഫോർ മെയിൻ്റനൻസ് ഓഫ് ടെന്നീസ് കോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന എക്സ്പെൻസസ് ആണ്, അത് പേയ്മെൻ്റ് ആയിരിക്കും. സാലറി പെയ്ഡ്, എക്സ്പെൻസസ്. ടൂർണമെൻറ്റ് എക്സ്പെൻസസ്. ഫർണിച്ചർ പർച്ചേസ്ഡ്, പേയ്മെൻറ്റ്. ഓഫീസ് എക്സ്പെൻസസ്, പേയ്മെൻറ്റ്. ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് റെസിപ്റ്റ്സ് എന്ന് പറയുന്നത്? സബ്സ്ക്രിപ്ഷൻ, സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്സ്, എൻട്രൻസ് ഫീസ് റിസീവ്ഡ്, സെയിൽ ഓഫ് ഓൾ സ്പോർട്സ് മെറ്റീരിയൽ, ഡൊണേഷൻ റിസീവ്ഡ് ഫോർ പവലിയൻ. വേറെ ഒന്നും നമുക്കിവിടെ റെസിപ്റ്റ്സ് ആയിട്ട് കാണുന്നില്ല, ബാക്കിയുള്ളതെല്ലാം പേയ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ റെസിപ്റ്റ്സിൽ സബ്സ്ക്രിപ്ഷൻ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഇനി എഴുതാനുള്ള റെസിപ്റ്റ്സുകൾ ഏതൊക്കെയാണ്? സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്, എൻട്രൻസ് ഫീസ് റിസീവ്ഡ്, സെയിൽ ഓഫ് ഓൾ സ്പോർട്സ് മെറ്റീരിയൽ, ഡൊണേഷൻ റിസീവ്ഡ് ഫോർ പവലിയൻ. അപ്പോൾ നമുക്കത് റെസിപ്റ്റ് സൈഡിൽ എഴുതാം. അപ്പോൾ ഇവിടെ റെസിപ്റ്റ് സൈഡിൽ എല്ലാ റെസിപ്റ്റ്സും എഴുതി. സബ്സ്ക്രിപ്ഷൻ, സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്, എൻട്രൻസ് ഫീസ്, സെയിൽ ഓഫ് ഓൾ സ്പോർട്സ് മെറ്റീരിയൽ, ഡൊണേഷൻ ഫോർ പവലിയൻ. അപ്പോൾ ഇവിടെ ഡൊണേഷൻ ഫോർ പവലിയൻ എന്നുള്ളത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അപ്പോൾ അവിടെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ റവന്യൂ റെസിപ്റ്റ് ആണോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ടേക്ക് ഓൾ റെസിപ്റ്റ്സ് ഓൺ ഡെബിറ്റ് സൈഡ് റെസ്പെക്റ്റീവ് ഓഫ് ദെയർ നേച്ചർ ഓർ പീരീഡ്. അപ്പം ഇനി അടുത്തത് ഏതാണ്? പേയ്മെൻറ്റ്സുകളാണ്. അപ്പോൾ ഏതൊക്കെയാണ് പേയ്മെൻറ്റ്സുകൾ എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പേയ്മെൻറ്റ്സുകൾ ഏതൊക്കെയാണ്? റെൻറ്റ്, സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻറ്റ്സ്, എക്സ്പെൻസസ് ഫോർ മെയിൻ്റനൻസ് ഓഫ് ടെന്നീസ് കോർട്ട്, സാലറി പെയ്ഡ്, ടൂർണമെൻറ്റ് എക്സ്പെൻസസ്, ഫർണിച്ചർ പർച്ചേസ്, ഓഫീസ് എക്സ്പെൻസസ്. ഇതിൽ ഫർണിച്ചർ പർച്ചേസ്ഡ് അത് ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഫർണിച്ചർ നോൺ റെക്കറിങ് നേച്ചറിൽ വരുന്നതാണ്, എപ്പോഴും പർച്ചേസ് ചെയ്യണതൊന്നല്ല. അപ്പോൾ അതുകൊണ്ട് അത് ക്യാപിറ്റൽ നേച്ചറുള്ളതാണ്. അപ്പോൾ പേയ്മെൻറ്റ്സ് എഴുതുമ്പോൾ ക്യാപിറ്റൽ നേച്ചറാണോ റവന്യൂ നേച്ചറാണോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ടേക്ക് ഓൾ എക്സ്പെൻസസ് ഓൺ പേയ്മെൻറ്റ് സൈഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ നേച്ചർ ആൻഡ് പീരീഡ്. അപ്പോൾ ഏതൊക്കെയാണ് പേയ്മെൻറ്റ്സുകൾ? റെൻറ്റ്, സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ് ഓർ റിഫ്രഷ്മെൻറ്റ്, എക്സ്പെൻസസ് ഫോർ മെയിൻ്റനൻസ് ഓഫ് ടെന്നീസ് കോർട്ട്, സാലറി പെയ്ഡ്, ടൂർണമെൻറ്റ് എക്സ്പെൻസസ്,
ഫർണിച്ചർ പർച്ചേസ്, ഓഫീസ് എക്സ്പെൻസസ്. ഈ ടൂർണമെൻറ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? ടൂർണമെൻറ്റുകൾ നടത്താൻ വരുന്ന എക്സ്പെൻസുകളാണ്. നമ്മൾ പലപ്പോഴും കാണാറുള്ളത് തന്നെയല്ലേ. നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, ഫുട്ബോൾ ടൂർണമെൻറ്റ്, അങ്ങനെ പല ടൂർണമെൻറ്റുകളും നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ടൂർണമെൻറ്റ് നടത്താൻ വേണ്ടി വന്നിരിക്കുന്ന എക്സ്പെൻസസിനെയാണ് ടൂർണമെൻറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്പെൻസുകളെല്ലാം പേയ്മെൻറ്റ് സൈഡിൽ എൻ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് സൈഡിൽ എല്ലാ പേയ്മെൻറ്റ്സുകളും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 3 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. Take the opening balance of cash in hand and cash at bank. Take all receipts on debit side irrespective of their nature and period. Third step, take all payments on credit side irrespective of their nature and period. Fourth step ഏതാണ്? Exclude non-cash items. Non-cash items നമുക്ക് ഇവിടെ തന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മളത് ആ സ്റ്റെപ്പ് അവിടെ നമ്മളവിടെ സ്കിപ്പ് ചെയ്യാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? Find out the closing balance of cash in hand and cash at bank. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഈ ക്വസ്റ്റ്യനിൽ ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. ക്യാഷ് അറ്റ് ബാങ്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമുക്കിവിടെ എൻ്റർ ചെയ്യാം. ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്? 400. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് നമ്മളിവിടെ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഏതാണ്? ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാം, ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാം, ഡിഫറൻസ് കണ്ടുപിടിക്കുക. റെസീപ്റ്റ്സ് പേയ്മെൻറ്റ്സിനേക്കാളും കൂടുതലാവുമ്പോൾ അത് ക്യാഷ് ഇൻ ഹാൻഡിനെയും ക്യാഷ് അറ്റ് ബാങ്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. പേയ്മെൻറ്റ്സ് റെസീപ്റ്റ്സിനേക്കാളും കൂടുതലാണെങ്കിൽ അത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിനെ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ 2 സൈഡും ടോട്ടൽ ചെയ്ത് ഡിഫറൻസ് കണ്ടുപിടിച്ചപ്പോൾ കുറവ് വരുന്നത് എവിടെയാണ്? പേയ്മെൻറ്റ് സൈഡിലാണ്. അപ്പോൾ അതെന്തിനായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്? ക്യാഷ് അറ്റ് ബാങ്ക്. ബ്രാക്കറ്റിൽ തന്നിക്കണ കണ്ടോ? ബാലൻസിങ് ഫിഗർ. അതായത് ആ ഡിഫറൻസ് ആണ് ക്യാഷ് അറ്റ് ബാങ്ക് ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ എത്രയാണ് നമ്മൾ അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചത്? 600. നമുക്കവിടെ 600 എഴുതാം. സോറി, 600 അല്ല, 6600. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് വരച്ചു. കറൻറ്റ് ഇയർ ഏതാണ്? 1 April 2016 to 31 March 2017. ഓപ്പണിംഗ് ബാലൻസ് എഴുതി, റെസീപ്റ്റ്സ് എഴുതി. റെസീപ്റ്റ്സ് എഴുതിയപ്പോൾ ശ്രദ്ധിക്കുക, സബ്സ്ക്രിപ്ഷൻ 3 വർഷത്തിൻ്റെ. ഏത് വർഷത്തെന്ന് നോക്കേണ്ട കാര്യമില്ല, ടോട്ടൽ റെസീപ്റ്റ്സ് എഴുതാം. അതുപോലെ തന്നെ പേയ്മെൻറ്റ്സ് എഴുതാം. അതിനുശേഷം ബാലൻസ് കണ്ടുപിടിക്കുക. ബാലൻസ് കണ്ടുപിടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഡയറക്റ്റായിട്ട് എഴുതി. അപ്പോൾ പിന്നെ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് അറ്റ് ബാങ്ക്. അതുകൊണ്ടാണ് ഇവിടെ ക്യാഷ് അറ്റ് ബാങ്കിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് ബാലൻസിങ് ഫിഗർ. എത്രയാണ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് അറ്റ് ബാങ്ക്? 6600. അപ്പോൾ എല്ലാവർക്കും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത്ര വിശദമായിട്ട് പറയില്ല കേട്ടോ. പുതിയ പോയിൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം.